20 മാർക്ക് സെറ്റ് ആക്കിയാലോ? SSLC ഫിസിക്സ് ഓണം എക്സാമില് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെറും 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത് 20 മാർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും, സോ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് ട്രാൻസ്വേഴ്സ് അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് താഴെ തന്നിട്ടുണ്ടാവും. അതിന് നമ്മളോട് കൃത്യമായിട്ട് ട്രാൻസ്വേഴ്സിന്റെ ഏതൊക്കെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അനുപ്രസ്ഥ തരംഗത്തിന്റെയും അനുദൈർഘ്യ തരംഗത്തിന്റെയും ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ് ഏതിനൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൃത്യമായിട്ട് ആൻസർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാടാ, പെർപെൻഡിക്കുലർ അഥവാ ലംബമായിട്ടാണ് എന്ന് മനസ്സിലാക്കാം. സോ പാർട്ടിക്കിൾസ് വൈബ്രേഷൻ അഥവാ കമ്പനം ലംബമാണെങ്കിൽ ഏതായിരിക്കും, അനുപ്രസ്ഥ തരംഗമായിരിക്കും. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ അവിടെ സമാന്തരമാണ് അഥവാ പാരലൽ ആണ് എന്ന് മനസ്സിലാക്കാം. ഈ ക്രസ്റ്റും ട്രഫും ഏതിനാണുള്ളത്, നമ്മളുടെ ട്രാൻസ്വേഴ്സ് വേവിനാണ് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമാണുള്ളത്. ഇനി ട്രാൻസ്വേഴ്സ് വേവിനാണെങ്കിൽ പ്രഷർ വേരിയേഷൻസ് ഇല്ല കേട്ടോ, മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് പ്രഷർ വേരിയേഷൻസ് അഥവാ മർദ്ദ വ്യതിയാനങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. റെഡിയാണല്ലോ? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും, മാർക്കായിരിക്കും ഓരോന്നിനും ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മുടെ ഫോഴ്സ്ഡ് വൈബ്രേഷനും ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് തന്നിട്ടുണ്ട് അല്ലെ, നമ്മൾ തലയൊക്കെ മസാജ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ, ഇൻ ഫിസിക്സ് ക്ലാസ് വൈൽ ഡൂയിങ് ആൻ എക്സ്പെരിമെന്റ് apparatus shows its തന്നിട്ടുള്ള അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്യാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, when the longer wire is made to vibrate, some students opinioned that all the wires vibrate. What is your opinion? യുവർ ആൻസർ എന്നാണ് പറഞ്ഞത് അല്ലെ. അതായത് ഒരു ലോങ് ആയിട്ടുള്ള നമ്മൾ ഇതിലത്തെ ഒരു ലോങ് ആയിട്ടുള്ള സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ വയേഴ്സും വൈബ്രേറ്റ് പറയുന്നത് അത് ശരിയാണോ എന്നാണ് ചോദ്യം. അറിയാം, ഒരാളെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വൈബ്രേറ്റ് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താടാ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനം മൂലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. തെറ്റാണല്ലോ. അപ്പൊ പ്രണോദിത കമ്പനം മൂലം എല്ലാം എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അടുത്ത നോക്കുക, when the shorter wire is made to vibrate, it is observed that only the shorter ones vibrate with larger amplitude. Why എന്നാണ് ചോദ്യം. അതായത് ചെറിയ വയറിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ എല്ലാ ചെറിയ വയറും മാത്രമാണ് ലാർജർ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഷോർട്ടർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഷോർട്ടർ ആയിട്ടുള്ള വയറിന്റെ വേവ് ലെങ്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എല്ലാത്തിനും അല്ലേ. അപ്പോ ഒരു ഷോർട്ടർ ആയിട്ടുള്ള ആള് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി പറയുന്നത് ബാക്കിയുള്ള എല്ലാ ചെറിയ ആളുടെയും ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യും. അപ്പോ അവിടെ റെസൊണൻസ് സംഭവിക്കും, അതും സംഭവിക്കുകയാണ്. റെസൊണൻസ് ആണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ റെസൊണൻസ് എഴുതി കൊടുക്കുക. ഇനി നോക്കുക, if a small wire takes 0.5 seconds to vibrate 100 times, what will be ആണ് ചോദ്യം. അതായത് 0.5 സെക്കൻഡ്, അതായത് സ്മോൾ വയർ ചെറിയ കമ്പി 100 തവണ കമ്പനം ചെയ്യാൻ 0.5 സെക്കൻഡ് സമയം എടുത്താൽ ഫ്രീക്വൻസി എന്ന ചോദ്യം. ഇവിടെ സമയം എന്ന് പറയുന്നതാണ് 0.5 സെക്കൻഡ്സ് പറഞ്ഞിട്ടുള്ളത്. 100 ടൈംസ് വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ആണ് 100 എന്ന് പറയുന്നത് അല്ലെ. 100 വൈബ്രേഷൻ വേവ്സ്. നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻ നമ്പർ 100 ആണ്, ഡിവൈഡഡ് ബൈ 0. നമുക്ക് എന്ത് പറയാം, 1000/5. ആൻസർ 200 ഹെഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളതാണ്. റെഡി, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു വേവ് തന്നിട്ട് അതിൽ നിന്നും കുറച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിക്കേ, സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് ആണ്, അഥവാ ഇതിന്റെ ആയതി എന്താണെന്നാണ് ചോദ്യം. തരംഗത്തിന്റെ ആയതി നോക്കാം. നമുക്കറിയാം മാക്സിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എത്ര വരിക, 0.2 ആണ് കേട്ടോ. ഇഫ് ഇറ്റ് ടേക്സ് 3 seconds to travel from O to find the frequency of the wave എന്നാ പറഞ്ഞത്. അതായത് ഈ ഓയിൽ നിന്നും
എത്താൻ എടുത്ത സമയമാണ് 3 സെക്കൻഡ്. അപ്പൊ അവിടെ എത്ര വേവ്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് നോക്കാലോ. നോക്കിയേ, 1 2 3 അല്ലെ, 3 വേവുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ n 3 ആണ്. സോ n/t അഥവാ 3/3 1 ഹെഡ്സ് എന്ന്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പീരിയഡ് ഓഫ് ദ വേവ് ആണ്. നമുക്കറിയാം ഓൾറെഡി ഇതാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. ക്വസ്റ്റ്യൻ ആൻസർ ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫ്രീക്വൻസി ആയിട്ടുള്ള that is 1/f അല്ലേടാ. അപ്പൊ that is equal to 1/1 അഥവാ 1 സെക്കൻഡ്. ഇനി ഇവിടെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുകയാണ് ലാംഡ എന്താണെന്നാണ് ചോദിക്കുക. ലെങ്ത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക, ഒരു വേവിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ 10 മീറ്റർ ആണ്. പിന്നെ ചോദിക്കുക വെലോസിറ്റി ആണ്, അതായത് ഈ വേവിന്റെ സ്പീഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ലാംഡയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഫ്രീക്വൻസി 1 ആണെന്ന് അറിയാം, ലാംഡ 10 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 10 മീറ്റർ പെർ. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. ക്ലിയർ ആണോ? അപ്പൊ അത് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോകാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. When an object is placed in the principal focus of a lens, the image that is erected. നമുക്കറിയാം ഇറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വിർച്വൽ ആയിരിക്കും. അപ്പൊ വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. അതേതാ? വിർച്വലും ഇറക്റ്റും വരുന്നത് ആര് മാത്രമേ ഉള്ളൂ മക്കളെ? കോൺകേവ് മാത്രമാണ്. അപ്പൊ ലെൻസ് ഏതാന്ന് ചോദിച്ചാൽ എഴുതി കൊടുക്കുക, അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. വിർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡും ആണെന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും എന്നുള്ളത്. ഇനി ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ ആണ്. അപ്പൊ റേ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫോക്കസിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഫോക്കസിൽ വെക്കാം. ഫോക്കസിൽ ഇതാ ഇങ്ങനെ വെക്കുന്നു. ഇവിടെയാണ് ഫോക്കസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കാം? ആദ്യം നമ്മൾ നേരെ പോകുന്നത് ഡൈവേർജ് ചെയ്യാന്ന് നമുക്കറിയാം. അതിനെ ബാക്കോട്ടേക്ക് വരയ്ക്കാം. ബാക്കോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ വരുന്നത് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഒപ്റ്റിക്കൽ സെന്ററിലൂടെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ ഡയറക്റ്റ് ആയിട്ട് പോകും. ഇവിടെയാണ് മക്കളെ കൂട്ടിമുട്ടുണ്ടോ? ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, വിർച്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് അവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ് വരയ്ക്കാൻ ചോദിച്ചോ. നോക്കുക, ഒബ്സർവ് ദ ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ഒരു കോൺവെക്സ് ലെൻസും അവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന 90 സെന്റിമീറ്റർ അപ്പുറത്താണ്, ഇമേജ് ഉണ്ടായിരിക്കുന്നത് 30 സെന്റിമീറ്റർ ഇപ്പുറത്താണെന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ മെഷർമെന്റ്സ് യൂസിങ് ദ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ അളവുകളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ടിപ്പാണ്. യു വിൽ ബി ഓൾവേസ് യു എന്ന് പറയുന്നത് -90 സെന്റിമീറ്റർ ആണ്. ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്കറിയാം ഒപ്റ്റിക് സെന്ററിൽ നിന്നും മുന്നോട്ടാണ് എടുക്കുന്നത്. ഒപ്റ്റിക് സെന്ററിൽ നിന്നും മുന്നോട്ടാണ് എടുക്കുന്നതെങ്കിൽ ആയിരിക്കും +30 സെന്റിമീറ്റർ. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. UV ഡിവൈഡഡ് ബൈ U - V ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ -90 × 30 ഡിവൈഡഡ് ബൈ -90 - 30 എന്ന്. -90 × 30 ഡിവൈഡഡ് ബൈ, ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ -120 എന്നാണ് വരിക. കട്ട് ചെയ്ത് കളയാം. അപ്പൊ മൈനസും മൈനസും കട്ട്. 120 30 കട്ട് ചെയ്താൽ 4 വരും. അഥവാ 90/4 ആണ് ഇത് ചെയ്യുന്നത്. 22.5 സെന്റിമീറ്റർ. 2.5 സെന്റിമീറ്റർ ആൻസർ. ഇതുപോലെ ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടതും അതേപോലെ തന്നെ ഇമേജ് ഫോർമേഷനിൽ നിന്നുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത് നമ്മളുടെ 3rd ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. 3rd ചാപ്റ്ററിൽ നിന്നും ചോദ്യം ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ റെയിൻബോ ഫോർമേഷൻ. ഇവിടെ പ്രിസത്തിലൂടെ നമ്മളുടെ വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ടപ്പോൾ ഇതേപോലെ എന്താണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിസ്പെർഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം നോക്കുക, വിച്ച് കളർ ഡീവിയേറ്റ്സ് മോർ എന്നാണ് ചോദിച്ചത്. വ്യതിയാനം കൂടുതലായിട്ടുള്ളത് ആർക്കാടാ? വയലറ്റ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏത് വിസിബിൾ ലൈറ്റിലുള്ള കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, തരംഗ ദൈർഘ്യം കൂടുതൽ ആണെന്ന് ചോദിച്ചാൽ ആരാണ് നിങ്ങൾ എഴുതേണ്ടത്? റെഡിനാണ് എന്ന് നമുക്കറിയാം. അടുത്തത്, ഡ്യൂറിംഗ് ഡിസ്പെർഷൻ ഈച്ച് കളർ ഗോട്ട്സ് ഡിഫറെന്റ് ഡീവിയേഷൻസ് ബൈ. എന്തുകൊണ്ടാണ് ഈ ഡിസ്പെർഷൻ സംഭവിക്കുന്ന സമയത്ത് ഓരോന്നിനും ഓരോ കളേഴ്സിനും വ്യത്യസ്ത വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് വേവ് ലെങ്ത് ആണ്, 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, മാധ്യമത്തിന്റെ അപവർത്തനാങ്കം, രണ്ടാമത്തത് ഏതാണ്? വേവ് ലെങ്ത് ഓഫ് ദ കളർ അഥവാ പ്രകാശവർണ്ണത്തിന്റെ ദൈർഘ്യത്തിലുള്ള വ്യത്യാസം ആണോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ വെറും 10 മിനിറ്റിനുള്ളിലാണ് നമ്മൾ ഇത്രയും ഇതിലെ മാർക്സ് എല്ലാം കൂട്ടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 20 മാർക്കോളം സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. പകുതിയോളം മാർക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ചാപ്റ്ററിൽ നിന്നും ഇത്തരത്തിലുള്ള
ഉറപ്പായിട്ടും ചോദിക്കും. ഇതിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കുക. മാക്സിമം മക്കളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് +25 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും, അതേപോലെ തന്നെ ആ ലെൻസ് ഏതായിരിക്കും എന്നുള്ള ചോദ്യമാണ്. സോ കമന്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.